പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം തുടർമാനമായി കർത്താവിന്റെ ദാസൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ എടുക്കുവാൻ ഇതുവരെയും ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. തന്നെ ദൈവം ശക്തമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിപ്പാൻ, അത് കേൾക്കുന്നവർക്ക് പിന്നീട് കേൾക്കുന്നവർക്കെല്ലാം ഇതൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ഞങ്ങളുടെ നല്ല സഹായിച്ചവരുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നും കർത്താവെ ഈ സന്ധ്യാസമയം കർത്താവെ ബൈബിൾ ക്ലാസ് ആയിട്ട് കർത്താവെ ഞങ്ങൾക്ക് ഇപ്പന്റെ സന്നിധിയിലായിരിക്കാൻ എന്നോട് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ച് കർത്താവെ CB ആൻഡ്രൂസ് പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവെ ആഴ്ചകളിലൊക്കെ ഞങ്ങളെ കർത്താവെ വചനം പഠിപ്പിക്കാൻ തന്റെ മകനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിലും കർത്താവ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പാസ്റ്ററിനെയും കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബൈബിൾ ക്ലാസ്സിലായിരിക്കുന്ന ഓരോരുത്തരെയും അപ്പച്ചനെ ഉള്ളങ്കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പനേരം കർത്താവെ ഞങ്ങൾ വചനത്തിന്റെ കർത്താവെ മറവിലായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ പ്രിൻസ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ 30-ാമത്തെ ലെസണിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ തൂലിക TV ക്ലാസ് കഴിഞ്ഞോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. വീണ്ടും വളരെ ആവേശത്തോടുകൂടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ദാസനെ ഈ നാളുകളിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിൽ അഭിമാനിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഷാജി K. ദാനിയേൽ എന്റെ ചുക്കാൻ പിടിക്കുന്ന കർത്താവിന്റെ ദാസനെയും പ്രസന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും സമയം കളയാതെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 മണിക്കൂർ സമയം കൊണ്ട് 1-2 വിഷയങ്ങൾ ഇന്ന് രാത്രികാലം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എഴുതുക, മൂർച്ചയേറിയ ഇരുവായ് തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്തു തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർത്ഥം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോല്യാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. മതി. ദൈവത്തിന് സ്തോത്രം. കഴിയുന്ന വീഡിയോ ഓൺ ചെയ്ത് വായിക്കാമെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും. അത് അനുഗ്രഹിക്കപ്പെട്ട വായനക്കാരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. മാറി മാറി നിങ്ങൾ വായിച്ച് സഹായിക്കണം. ബെൻസിക്ക് നന്ദി. അത് വീണ്ടും വായിക്കാനുള്ള പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോ ഓൺ ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും. പെർഗമോസ് സഭയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിഷയമാണ് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3 ഭാഗമായിട്ടാണ് വെളിപ്പാട് പുസ്തകം തിരിച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 19-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് തിരിച്ചിരിക്കുന്നതാണ്. നീ കണ്ടത് 1-ാം അധ്യായം. 2-3 അധ്യായങ്ങൾ സഭയെക്കുറിച്ചുള്ള ദൂതുകൾ. ഇപ്പോൾ ഉള്ളത് നമ്മളെല്ലാവരും ഈ കൃപായുഗത്തിലാണ്. നമ്മളിപ്പോൾ 2 സഭകളെ കുറിച്ച് പ്രധാനമായി ചിന്തിച്ചു. എഫെസോസ്, സ്മുർന, ഈ സഭകളെ കുറിച്ച് ചിന്തിച്ചു. അതേ സഭ ആരംഭിച്ചത് പെന്തക്കോസ് നാളിൽ മർക്കോസിന്റെ മാടിയിൽ വെച്ച് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ സഭ അത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുമ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്പൊ 2-3 അധ്യായങ്ങൾ ഇപ്പോൾ ഉള്ളത് സഭ ഇപ്പോൾ ഉള്ളത് എന്നുള്ള ആ നിലയിലാണ് നിൽക്കുന്നത്. സഭായുഗത്തിലാണ്, കൃപായുഗത്തിലാണ്. അവിടെ കർത്താവിന്റെ സഭ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള
7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൂരെ കണ്ട് അത് സംസാരിക്കുന്ന സഭകളുടെ ദൂതുകളാണ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നത്. അതിൽ എഫെസോസിന്റെ കാലഘട്ടം AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടത്തിൽ സഭയുടെ പോക്കനുസരിച്ചാണ് ഈ എഫെസോസ് സഭയെടുത്ത് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. സ്മുർണ സഭയെക്കുറിച്ച് AD 70 മുതൽ 312 വരെയുള്ള കാലഘട്ടത്തിൽ സഭ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിനെ അത് സാദൃശീകരിച്ചുകൊണ്ടാണ് സ്മുർണ സഭ നിൽക്കുന്നത്. പെർഗമോ സഭ 312 മുതൽ 606 വരെയുള്ള കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നു. പെർഗമോസിന്റെ കാലഘട്ടത്തിൽ സഭ വളരെ ക്ഷീണിച്ചു പോയിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തരയുള്ള വാളുമായിട്ടാണ് കർത്താവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അത് കർത്താവ് പറയുന്നു, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടുമെന്നും ഞാൻ അറിയുന്നു. ആ ഭാഗങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കവടിയായി തീർന്നത്. അതിൽ ഞാൻ അടുത്ത ഭാഗം കൂടെ ചിന്തിച്ച് അവരെ പറഞ്ഞിരിക്കുന്ന കുറ്റം, ബലയാമിന്റെ ഉപദേശവും നിക്കേലോരവരുടെ ഉപദേശവും, അതാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കുറ്റം. അതേപ്പറ്റി ഒന്ന് ചുരുക്കമായി തെളിയിച്ച് ഇന്ന് രാത്രികാലം അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ആദ്യമേ നമുക്ക് 1-2 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇവരുടെ ദുരുപദേശത്തെ കുറിച്ച് ചിന്തിക്കാൻ. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്തിപ്പാസിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. യേശുവിൻ്റെ നാമം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ ഇരുത്തിരിക്കുന്ന നാമമാണ് കർത്താവിന്റെ നാമം. നമ്മൾ പാടുമ്പോൾ ശ്രീയേശു നാമം അതിശയ നാമം എന്നുള്ള ഭക്തനായ ഒരു മനുഷ്യൻ എഴുതിയ പാട്ട് നമ്മൾ പാടി ആനന്ദിക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമം, ആ നാമത്തിന് ശക്തിയുണ്ട്. ഇന്നും അത് ലോകം അറിയപ്പെടുന്ന നാമമാണ്. ആ നാമം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സഭയായിരുന്നു പെർഗമോസ് സഭ. ആരംഭകാലങ്ങളിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ നാമം നീ മുറുകെ പിടിച്ചു എന്നാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം മാറി മാറി വായിക്കണേ. കൊലോസ്യ 2:15 വായിച്ചേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. നോക്കണമേ, പരസ്യമായ കാഴ്ചയാക്കി. സാത്താനും കൂട്ടരും അത് യേശുവിനെ കൊന്നുകളവാൻ തക്കവണ്ണം ഗെത്സമനാത്തോട്ടത്തിൽ ശ്രമിച്ചതാണ്. ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഗെത്സമനാത്തോട്ടത്തിൽ കടന്നു ചെന്നപ്പോൾ തൻ്റെ യൂദ ഒഴികെ ബാക്കി 11 ശിഷ്യന്മാരുമായിട്ട് കടന്നുപോയ സന്ദർഭത്തിൽ അവരെ ഒരു ഭാഗത്ത് ഗെത്സമനാത്തോട്ടത്തിൽ ഭാഗത്ത് ഇരുത്തിയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. അത് എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് പിന്നെയും ഒരു നാഴിക മുൻപോട്ട് പോയി കവിണ് വീണ് പ്രാർത്ഥിച്ച കർത്താവിനെ കാണുന്നില്ലേ? ആ സമയത്ത് പ്രാർത്ഥിച്ച എന്താ? കഴിയുമെങ്കിൽ അത് ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം ക്രൂശിക്കപ്പെടാനാണ്. ക്രൂശ് മാറ്റാനല്ല പ്രാർത്ഥിച്ചത്. അത് മനസ്സിലാക്കണം. ക്രൂശ് മാറ്റാൻ പലരും അതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതേ ക്രൂശീകരണം കൂടാതെ അതേ രക്ഷപ്പെടാൻ തക്കവണ്ണം പാനവജാതി രക്ഷിക്കണം എന്നുള്ള ചിന്തയിലാണ് കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ്. വലിയൊരു പാനപാത്രമാണ് കർത്താവ് ഏറ്റിരിക്കുന്നത്. എന്നാൽ കർത്താവ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് സാത്താനും കൂട്ടരും ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് കർത്താവിന്റെ ക്രൂശീകരണം നടക്കാതിരിക്കാൻ ഒടുക്കിക്കളവാൻ തക്കണം ശ്രമിച്ചു. രക്തം ധാരധാരിയായി വേർപ്പ് തുള്ളികളായി ഒഴുകി. കർത്താവ് ക്രൂശേക്കാനാണ് വന്നത്. അത് കർത്താവിന് അതിനുവേണ്ടി മാത്രം ആ ദൗത്യം നിറവേറ്റാണ് വന്നത്. അവിടെ വെച്ച് കൊന്നുകളവാൻ തക്കണം സാത്താൻ ശ്രമിച്ചു. ഇതിനു മുൻപും കൊന്നുകളവാൻ തക്കണം ശ്രമിച്ചു. മനുഷ്യൻ എന്നുള്ള നിലയിൽ അന്നേരം പൂർണ്ണ മനുഷ്യനായി മാനവജാതിയുടെ പാപം മുഴുവൻ തൻ്റെ ശിരസിന്മേൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാത്താൻ ക്രൂശ് ശിക്ഷ സഹിക്കാതെ ക്രൂശിന്മേൽ വെച്ച് മരിച്ചാൽ സകലവും തീരും. അത് സാത്താൻ എൻ്റെ അടിമത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ തക്കണം ഒക്കത്തില്ല. അതുകൊണ്ട് ആ മരണം നടക്കാതിരിക്കാൻ, ആ രക്തം ചിന്താതിരിക്കാൻ ഇവിടെ വെച്ച് തന്നെ ഗെത്സമനാത്തോട്ടത്തിൽ വെച്ച് എന്നെ കൊന്നുകളകാൻ തക്കണം തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈ പാനപാത്രം മാറ്റണമേ. അത് നമ്മൾ എബ്രായലേഖനം 5:9 വായിക്കുമ്പോൾ അവൻ ഉറക്ക നിലവിളിയോടെ പ്രാർത്ഥിച്ചെന്നാണ് എബ്രായലേഖനം കർത്താവ് എഴുതിയിരിക്കുന്നത്.
ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവം തന്റെ ദൂതനെ അയച്ച് സാത്താനെ അവിടെ നോട്ടി പായിച്ചു. കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ മരണം നടക്കാൻ വേണ്ടിയായി തീർന്നു. സാത്താൻ ഏതെല്ലാം സമയത്ത് ഒടുക്കിക്കളവാൻ കൊണ്ട് നോക്കി. ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്ത് കയറ്റി തള്ളിയിടാൻ ഭാവിച്ചു വന്നു. ബോട്ടിൽ യാത്ര ചെയ്ത സമയത്ത് കടലിനെയും അന്തരീക്ഷത്തെയും ഇളക്കി അവിടെ വെച്ച് കൊന്നുകളവാൻ തക്കൊണ്ട് തീരുമാനിച്ചു. ക്രൂശ് മരണം നടക്കാതിരിപ്പാൻ തക്കൊണ്ട് സാത്താൻ യേശുവിനെ ഒടുക്കിക്കളവാൻ ജനിച്ചപ്പോൾ തന്നെ ഹെരോദാവ് കൊന്നുകളവാൻ തക്കൊണ്ടും അത് പുറപ്പെടുവിച്ചു. ഇങ്ങനെ യേശുവിന്റെ മരണം നടക്കാതിരിപ്പാൻ സാത്താനും കൂട്ടും വളരെയധികം ശ്രമിച്ചു. എന്നാൽ കർത്താവ് വന്ന ദൗത്യം നിറവേറ്റാൻ വന്നതുകൊണ്ട് അതിനെല്ലാം ജയിച്ചു. ഗെത്സമേന തോട്ടത്തിൽ പൂർണ്ണ മനുഷ്യനായി മാനവജാതിയുടെ പാപം മുഴുവൻ ശരീരത്തിൽ വഹിച്ചപ്പോൾ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഉത്തരം ലഭിച്ചു. അത് സാത്താനെ കൂട്ടുകയുമാർന്ന് ദൂതൻ കടന്നു വന്ന് ആട്ടിപ്പായച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവമായി കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രൂശിന്റെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ സാത്താന്റെ തല തകർന്നു. അത് കർത്താവ് ജയിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ ജയിച്ച നാമമാണ് കർത്താവിന്റെ നാമം. നമ്മൾ കൂടി വരുന്ന നാമത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. വായിച്ച് പെട്ടെന്ന് വായിക്കണേ. 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു ദേവൻ എഴുന്നേറ്റ് പറഞ്ഞോ നിങ്ങൾ 2-3 പേര് കൂടുമ്പോൾ ഞാൻ അവിടെ വരാവുന്ന? ശ്രീബുദ്ധൻ പറഞ്ഞു, അത് ശ്രീകൃഷ്ണൻ പറഞ്ഞു, പല മഹാന്മാർ എഴുന്നേറ്റിട്ടില്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ 2 പേര് കൂടുന്നതിന് നടുവിൽ ഞാൻ വരാമെന്ന്? എന്നാൽ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അത് എത്രയോ ഭാഗത്ത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അവൻ കൂടി വരുന്നവരുടെ നടുവിൽ കർത്താവ് വന്നിരിക്കുന്നു. ലോകത്തിൽ ഒരു മഹാന്മാർക്കും പറയാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർത്താവേ പറഞ്ഞിട്ടുള്ളൂ. 2-3 പേർ എന്റെ നാമത്തിൽ, എവിടെയെങ്കിലും കൂടിയാ വരാമെന്നല്ല, എന്റെ നാമത്തിൽ കൂടി വരുന്നതിൽ ഞാൻ കടന്നു വരാം. എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അത് പ്രതിഫലം തരാതെ പോകത്തില്ല. അന്ന് വിചാരിച്ച് വരവ് പോകുന്നവർക്കെല്ലാം വെള്ളം കോരി കൊടുക്കുന്നവർക്ക് പ്രതിഫലം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ നാമത്തിൽ, ആ നാമത്തിനാണ് ശക്തി. എന്റെ നാമത്തിൽ അത് ഒരു പാത്രം വെള്ളം കൊടുത്താൽ പ്രതിഫലം തരാതെ പോകത്തില്ല. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവുണ്ട്. ഇനിയും നമ്മൾ അപേക്ഷിക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിലാണ്. കർത്താവിനെ അപേക്ഷിക്കുന്നത് വായിക്കാം. യോഹന്നാൻ 14:13-14 വായിച്ചേ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കേ. പ്രൈസലോ. എന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ അതൊക്കെയും ചെയ്തു തരും. നമ്മൾ അപേക്ഷിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ആ നാമം ജയിച്ച നാമമാണ് കേട്ടോ. മേലായ നാമമാണ്. അധോലോകരുടെയും ഭൂലോകരുടെയും സ്വർലോകരുടെ എല്ലാം മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. അത് നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബലമില്ലേ? എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും, എന്റെ നാമത്തിൽ വിഷകരമായി യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരത്തില്ല. ആ നാമത്തിന്റെ ശക്തി എത്ര വലുതാണ്! നമ്മൾ അപേക്ഷിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. 15:16 വായിച്ച യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നോക്കണമേ, നിങ്ങൾ പോയി ഫലം കായ്ക്ക്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പോയി ഫലം കായ്ക്കുമ്പോൾ എന്റെ നാമത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ് എന്നുള്ളത് ഈ അഗാപ്പെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. ഇനി 16:23-24 ചില വാക്യങ്ങൾ വായിച്ചു കൊടുക്കുക. 16:23-24. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമീൻ ആമീൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല.
അപേക്ഷിക്കുവീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും, നിങ്ങൾക്ക് ലഭിക്കും. നോക്കണമേ, ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒന്ന് അപേക്ഷിക്കേ. ഇവര് ആരുടെ നാമം വിളിച്ചാ പ്രാർത്ഥിച്ചത്? അവർ കെയർ ഓഫിലാണ് പ്രാർത്ഥിച്ചത്. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ. ഓരോരുത്തരുടെ കെയർ ഓഫിലാണ് ഇവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ പ്രാർത്ഥിക്കണ്ട, കെയർ ഓഫിൽ പ്രാർത്ഥിക്കണ്ട. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിങ്ങളുടെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇപ്പോൾ കർത്താവ് പറയാണ്, ഇനി നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല, എന്റെ നാമത്തിലൊന്ന് അപേക്ഷിക്കേ. എന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ പിതാവ് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? ആ നാമത്തിൽ കർത്താവിനോട് ആവശ്യപ്പെടുമ്പോൾ പിതാവ് നമുക്ക് ചെയ്തു തരും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നത് അതേ ഈ നാമത്തെക്കുറിച്ച് കർത്താവ് വീണ്ടും പറഞ്ഞു, ഈ നാമത്തിൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. മത്തായി സുവിശേഷം 10:22 വായിക്കാം. 10:22. എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. നോക്കണമേ, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പഴിക്കും. ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതാണ്. യാക്കോബായ സമുദായത്തിൽ നിന്ന് വന്ന അന്ന് മുതൽ എന്നെ എൻ്റെ സ്കൂളിൽ ആൾക്കാരിട്ട പേര് സ്തോത്രം എന്നായിരുന്നു കേട്ടോ. അതൊരു അഭിമാനമായിട്ട് ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലുള്ള പേര് കിട്ടിയിട്ടുണ്ടോ? 12,000 പേര് പഠിക്കുന്ന സ്കൂളിൽ ഞാൻ യാക്കോബായ സമുദായത്തിൽ നിന്ന് 10ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഇരട്ടപ്പേരുണ്ട്. ആരുടെ പേര് പറയണ്ട. അത് ജോസഫിനും ഇരട്ടപ്പേരിട്ടു, സ്വപ്നക്കാരെന്ന് പറഞ്ഞ്. അത് പണ്ട് മുതലുള്ള ഒരു ജോലിയാണ് ആൾക്കാർ ഒരാൾക്ക് ഇരട്ടപ്പേരിടുക. അത് ചിലരൊക്കെ ഇരട്ടപ്പേര് കേട്ടാൽ നമ്മൾ വല്ലാതായിപ്പോ. യോസഫിനും ഇരട്ടപ്പേര് കൊടുത്തു, സ്വപ്നക്കാർ. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ഇട്ട പേര് അത് സ്തോത്രമെന്നാ. 12,000 പേര് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്കെല്ലാം അറിയാം ഞാൻ പെന്തക്കോസുകാരനാണ്. എല്ലാവരും എന്നെ കാണുമ്പോൾ സ്തോത്രം പറയും, എന്നെ കളിയാക്കുമായിരുന്നു. അത് ആദ്യം പല പ്രാവശ്യം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ വഴിയോടെ പോകുമ്പോഴെല്ലാം സ്തോത്രം സ്തോത്രം. പെമ്പിളാർ വരുമ്പോൾ സ്തോത്രത്തോടെ പോവുക. ഇങ്ങനെ കളി പുച്ഛമായി വീക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് നാം പാളയത്തിന്റെ പുറത്തേക്ക് പോവുക. അന്ന് എന്നെ കളിയാക്കിയവരെല്ലാം ഇന്ന് പെന്തക്കോസിലാണ്. അവന്റെ നാമം യഹോവ ഇരേ, യഹോവ നിസി, യഹോവ ഷാലോ, യഹോവ ഷമ്മ, യഹോവ ശബായോത്ത്. ഇതെല്ലാം കർത്താവിന്റെ മറ്റ് നാമങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അത് പെർഗമോസ് സഭയോട് കർത്താവ് പറയാണ്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നാമം. പെർഗമോസ് സഭ പ്രയാസങ്ങളും പ്രതികൂലമുണ്ടായപ്പോൾ അവന്റെ നാമം തന്നെ മുറുകെ പിടിച്ചു. ഇന്ന് അത് നൈജീരിയയിലും മറ്റ് പല രാജ്യങ്ങളിലും നമ്മുടെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നില്ലേ? നാമനിമിത്തം അവർ ഓടിപ്പോണ്ട സാഹചര്യങ്ങൾ വരുന്നില്ലേ? അവർ കർത്താവിന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുകയാണ്. നാം എന്തെല്ലാമാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഓടിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ മുറുകെ പിടിക്കണമല്ലോ, കർത്താവിന്റെ നാമം നമ്മൾ മുറുകെ പിടിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 2:3 വായിച്ചേ. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തിയെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. ഒന്ന്, അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. അതുപോലെ വീഡിയോ തുറന്ന് വായിക്കണേ. അതെ, അത് വലിയ സന്തോഷമാണ്. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. നമ്മളുടെ ഭക്തി നമ്മൾ മുറുകെ പിടിക്കണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ താൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടതെന്നായിരുന്നു, ദൈവഭക്തനായിരുന്നു. 4 ഡോക്ടറേറ്റ് തനിക്കുണ്ട്. സാത്താൻ ദൈവത്തിന്റെ സന്ധി ചെന്ന് അപ്പോൾ അത് ദൈവമക്കൾ ദൈവത്തിന് ദൂതന്മാർ ചെന്നപ്പോൾ ഇവനും കടന്നു ചെന്നിരിക്കുകയാണ്. അപ്പോൾ നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. കർത്താവ് അവനെക്കുറിച്ച് വലിയൊരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവൻ ചെന്ന് പല പ്രശ്നങ്ങളുണ്ടാക്കി ഇയ്യോബിന്റെ ഭക്തിയെ ഒന്ന് തടയാൻ തക്കൊണ്ട് നോക്കി. ഉടനെ വീണ്ടും അത് അവന്റെ വസ്തുക്കളും ആടുമാടുകളും എല്ലാം നശിച്ചതിന് ശേഷം വീണ്ടും സാത്താൻ കടന്നു ചെന്നിരിക്കുകയാണ്. ഉടനെ ദൈവം തമ്പുരാൻ പറയാണ്, നോക്കണം, ഇത്രയും പ്രതികൂലമുണ്ടായിട്ടും അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചല്ലോ. പ്രതികൂലം വരുമ്പോൾ സാധാരണ അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാറുണ്ട്, നമ്മുടെ ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ ഭക്തി നമ്മൾ മുറുകെ പിടിച്ചോളണം. നോക്കണമേ, ദൈവത്തിന്റെ ഒരു സാക്ഷ്യം ഇയ്യോബിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിശാചിന്റെ ഒരു സാക്ഷ്യം ഇയ്യോബിനുണ്ടായിരുന്നു. 3ാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ സാക്ഷ്യമാണ്. അത് ഭയങ്കരമാണ്.
ഞാൻ സാധാരണ പ്രസംഗം പറയും, ഭർത്താക്കന്മാര് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യം കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ സാക്ഷ്യമാണ്. ഇത് ഇന്നാളൊരു അമ്മാമ്മ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛനെ ചുമ്മാ കിടന്ന് അന്വേഷ പറയുന്ന വെറുതെയാണ്. ആ സാക്ഷ്യം അത് കേൾക്കാൻ ഭർത്താക്കന്മാരിടയാകരുത്. അത് ഇയ്യോബിന്റെ ഭാര്യ ഇത്രയും നാശനഷ്ടങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതുവരെ മുറുകെ പിടിച്ചിരുന്നു. അത് തൻ്റെ ഭർത്താവിന് ചോറി പിടിച്ച് സൗന്ദര്യമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതെ ഭാര്യ എന്ന് പറഞ്ഞു, ഇപ്പോഴും നീ ദൈവത്തിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. നോക്കണമേ, ഭാര്യയുടെ സാക്ഷ്യം. അപ്പൊ സാധാരണ ഇയ്യോബിന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഭക്തിയല്ല, മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഭക്തിയായിരുന്നു. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം പ്രാപിപ്പാൻ ഇടയായിട്ട് ദൈവത്തിന്റെ സാക്ഷ്യം, പിശാചിന്റെ സാക്ഷ്യം. സ്കേവാ പുരോഹിതന്റെ മക്കൾ ഭൂതം ഇറക്കാൻ ചെന്നപ്പം അവര് പറഞ്ഞു, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ അതെ ഞങ്ങൾ ആണയിട്ട് പറയുന്നു, ഭൂതമേ ഇറങ്ങിപ്പോ. ഉടനെ പിശാച് തിരിഞ്ഞെന്നില്ലേ? പൗലോസിനെ ഞങ്ങൾക്ക് അറിയാം, യേശുവിനെയും ഞങ്ങൾക്ക് അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങളാര്? നോക്കണമേ, ഭൂതം അവരുടെ മേൽ ചാടി വീണ് അവർ നഗ്നരായി. അങ്ങോട്ട് കൊണ്ടുപോയ പാന്റ് ഷർട്ടും തിരിച്ചു കൊണ്ടുവരാൻ ഒത്തില്ല, അവർ നഗ്നരായി ഓടിപ്പോയെന്ന. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 27:6 വായിച്ചേ. എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. നീതി മുറുകെ പിടിക്കണം, ദൈവത്തിന്റെ നീതി. അതേ, ആ നീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ പാപത്തെ, അബ്രഹാം ദൈവത്തോട് വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. ആ നീതി ദൈവം കണക്കിടുന്ന ആ നീതി ഉണ്ടല്ലോ, അത് ആ സാക്ഷ്യം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അത് മുറുകെ പിടിക്കണം. വാക്യങ്ങൾ വായിച്ചു വിടാം. നമുക്ക് ദുരുപദേശത്തെ കുറിച്ച് ചിന്തിക്കണം. സദൃശ്യവാക്യം 4:13 വായിച്ച്. പ്രബോധനം മുറുകെ പിടിക്ക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. പ്രബോധനം മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പ്രബോധനം, അത് ദൈവത്തിന്റെ വചനത്തിൽ പ്രബോധനം ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദൈവം നൽകുന്ന പ്രബോധനം. ശലോമോൻ അത് തന്റെ ജീവിതം അവസാനം കുഴഞ്ഞു പോയെങ്കിലും സദൃശ്യവാക്യം ഒരു മുത്തുകളാണ്. ആ സദൃശ്യവാക്യത്തിന്റെ മുത്തുകൾ എന്ന് പറഞ്ഞ് എനിക്കൊരു ക്ലാസ് ഉണ്ട്. അതേ, അതിലെ ഓരോ പദങ്ങളും നിങ്ങൾ സങ്കീർത്തനം വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ എഴുതിയ പുസ്തകമാണ് സദൃശ്യവാക്യം, സഭാപ്രസംഗി, ഉത്തമ, ഇതൊക്കെ ദൈവിക ജ്ഞാനത്തിൽ എഴുതിയ പുസ്തകങ്ങളാണ്. ഈ സദൃശ്യവാക്യം നമ്മൾ വായിക്കുമ്പോൾ ദിനം പ്രതി നമുക്ക് ആവശ്യമുള്ള മുത്തുകൾ കിട്ടും. പ്രബോധനം മുറുകെ പിടിക്കുക. പ്രബോധനം നമ്മൾ നിരസിച്ചു കളയില്ലേ? 1 തെസ്സലോനിക്കർ 5:21 വായിച്ചേ. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. നോക്കണമേ, സകല ദോഷവും വിട്ടകലുവിൻ, നല്ലത് മുറുകെ പിടിപ്പിൻ. നല്ലത് മുറുകെ പിടിക്കണം. പ്രവചനം തുച്ഛീകരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതെ, പ്രവചനം നടക്കട്ടെ. എന്നാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളത് ശോധന ചെയ്യാതെ കൊണ്ട് നമുക്ക് അവകാശമുണ്ട്. 1 യോഹന്നാൻ 4:1 നമ്മൾ വായിക്കുന്നു, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം. ഇവിടെ വായിക്കുന്ന സകലം ശോധന ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. നല്ലത് മുറുകെ പിടിക്കണം. അതെ, ആ നല്ലത് മുറുകെ പിടിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യം വായിക്കാം. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ഇന്ദ്രിയനും പദ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാക്കേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. വിശ്വാസ്യ വചനം, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് മുറുകെ പിടിക്കണം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും. വചനം നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മളെ തകർക്കാൻ തക്ക നോക്കത്തില്ല. വചനം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് ദൈവത്തിന്റെ വചനം കർത്താവ് സംസാരിച്ചപ്പോൾ ആ വചനം അവിടെ കത്തൽ ഉണ്ടാക്കുവാൻ തക്കണിടയായി തീർന്നു. വചനമാണ് നമുക്ക് കത്തൽ ഉണ്ടാക്കി തരുന്നത്. വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്. പൗലോസ് മരിക്കുന്ന സമയത്ത് റോമൻ വാളിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പെരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അത് നീതിഗതികം എനിക്കായി വച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പെരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുപോലെ താൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വചനം കാത്തു. ദൈവത്തിന്റെ വചനം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ്യ വചനം നമ്മൾ മുറുകെ പിടിക്കണം. എബ്രായർ 3:6. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ
മുറുകെ പിടിച്ചുകൊള്ളുക. നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായലേഖനം അപ്പോസ്തലനായ പൗലോസ് മുറുകെ പിടിക്കേണ്ട പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം കർത്താവിനെ സ്വീകരിച്ച ആ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കണം. എന്ത് പ്രതികൂലം വന്നാലും യേശുവിനെ തന്നെ മുറുകെ പിടിക്കണം. സ്വർഗത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? സ്വർഗത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട്, അതിൽ സന്തോഷിക്കണം. അതുപോലെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലുണ്ട്. എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഇവിടെ വായിക്കുന്നു, നമുക്കൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. നമുക്കൊരു പൗരത്വം സ്വർഗത്തിലുണ്ട്. നമ്മുടെ പൗരത്വം സിറ്റിസൺഷിപ്പ്, അത് ഫിലിപ്പിയ ലേഖനം 3-21 വാക്യങ്ങളിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഈ ലോകത്തിൽ ഇടുക്കങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പൈതലെ നമുക്ക് മുറുകെ പിടിപ്പാൻ, നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിപ്പാൻ കൊണ്ടും നമുക്കൊരു ഉത്തമ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. നമ്മളെ സ്വീകരിച്ച കർത്താവിനെ സ്വീകരിച്ച ആ സ്വീകാര്യം നമ്മൾ അന്ത്യം വരെയും മുറുകെ പിടിക്കണം. ഇനി എബ്രായലേഖനം 4:14 വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിലൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി അതാണ് നമ്മളിപ്പം വായിച്ചത്. എബ്രായർ 3:6 വായിച്ചേ. എബ്രായർ 3:6. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. പ്രത്യാശയുടെ ധൈര്യം നമ്മൾ മുറുകെ പിടിക്കണം. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മളിനി പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നതിന്റെ ഉദ്ദേശം, ഇന്ന് ഞാൻ അത് ആ തൂടികറ്റിയിലെടുത്ത 666 എന്നുള്ള മുദ്ര വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിലെ മുദ്രയായിരുന്നു. ആൾക്കാർ ഞെട്ടിപ്പോയി. ഇന്ന് ഈ മുദ്ര ലോക വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. 666 എന്നുള്ള അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പ്രവചനത്തിന്റെ ഭാവികാല സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ നമ്മൾ മഹോദരകാലത്തിൽ നിന്നും കടന്നു പോകത്തില്ല. നമുക്കുള്ളതല്ലത്. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാതിരിക്കുന്ന ലോക ജനതയ്ക്ക് വേണ്ടി അന്തിക്രിസ്തുവിന്റെ ഭരണം കടന്നു വരാൻ പോവുകയാണ്. നമുക്ക് അന്തിക്രിസ്തു അല്ല വിഷയം. നമ്മുടെ വിഷയം നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവാണ്. അതുകൊണ്ട് പ്രത്യാശ, നമുക്ക് യേശു വരുമെന്നുള്ള പ്രത്യാശയില്ലേ, ആ പ്രത്യാശയുടെ അവനിൽ ഈ പ്രത്യാശ ഉള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായം എബ്രായർ 10:21 വായിച്ച്. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കണം. അത് സ്വീകരിപ്പാൻ വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനല്ലോ. ആ പ്രത്യാശ നമുക്ക് തന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ സ്വീകരിച്ച സ്വീകാര്യം, ഇന്ന് ആ പ്രത്യാശയിലാണോ നമ്മൾ ഇരിക്കുന്നത്? ഇവിടെ വായിക്കുന്നത്, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങൾ എൻ്റെ വിശ്വാസം നിഷേധിച്ചു കളഞ്ഞിട്ടില്ല, നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ അന്തിപ്പാസിനെ കുറിച്ച് പറയുകയുണ്ടായി. അന്തിപ്പാസ് അത് അവിടുത്തെ ഒരു പാസ്റ്ററായിരുന്നു. അന്തിപ്പാസ് ഒരു ഭക്തനായ ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പെർഗമോ സഭയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ സഭയെ കാത്തു സൂക്ഷിച്ച, അവരെ പഠിപ്പിച്ച ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു അന്തിപ്പാസ്. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു. ചരിത്രം പറയാണ്, അദ്ദേഹം രക്തസാക്ഷി മരിച്ചു. അദ്ദേഹം കർത്താവിന് വേണ്ടി നേരെ നിന്നു. അദ്ദേഹത്തെ കൊന്ന കാലത്ത് സഭ ഉലഞ്ഞു പോകാമായിരുന്നു. അതേ നാട്ടിലൊരു തെങ്ങേലിൽ അച്ഛനുണ്ടായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ. അദ്ദേഹം സൂര്യനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. തെങ്ങേലി പള്ളിയുടെ പട്ടത്തെ ഉപേക്ഷിച്ച് താൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ്. അദ്ദേഹം ഒരു ദിവസം അങ്ങ് തിരിച്ചുപോയി. അപ്പൊ തെങ്ങേലിപ്പള്ളിയിൽ നിന്ന് വന്നവരെല്ലാം അങ്ങ് തിരിഞ്ഞുപോയി. ഒരു കൊച്ചുപദേശി മാത്രമേ ഉള്ളതെന്ന് പോകാഞ്ഞ്. അപ്പൊ ഈ തെങ്ങേലച്ചൻ അദ്ദേഹത്തിന്റെ ഒരു കത്തയച്ചു. എന്താണെന്നറിയാമോ? ഉപദേശി, ഒരു കാര്യം ചെയ്യണം, ഞാൻ ഒരു തെറ്റ് കാണിച്ചു, അതുകൊണ്ട് തെങ്ങേലിപ്പള്ളിയുള്ളവരെല്ലാം സ്നാനപ്പെട്ടു, അവരെല്ലാം ഞാൻ പോന്നപ്പോൾ തിരിച്ചു പോന്നു, അതുകൊണ്ട് ഉപദേശി തിരിച്ചു പോരണമെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? ഒരു എഴുത്ത് അയച്ചു. ഉപദേശി, അച്ഛനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അന്നേരം എന്നോട് പറഞ്ഞില്ലേ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. അതുകൊണ്ട് ഈ പ്രത്യാശ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പാലിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. അച്ഛൻ ലജ്ജിച്ചു പോയി. ഇന്ന് രാത്രി കാലം അതേ പ്രത്യാശയുടെ ആ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കണം. അന്തിപ്പാസിനെ ഒരു കാളയുടെ രൂപം ഉണ്ടാക്കി, ഓടുകൊണ്ട് ഒരു കാളയുടെ രൂപം ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് അദ്ദേഹത്തെ കയറ്റിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ തീ കൊളുത്തി അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി ചൂട് പിടിപ്പിച്ച്
ബന്ധ് അദ്ദേഹത്തെ മരിക്കുകയായിരുന്നു. ആ ബന്ധു മരിക്കുന്ന സമയത്തും അത് അന്തിപ്പാസ് എതിർത്ത് നിന്നില്ല. അതാണ് ചരിത്രം. അദ്ദേഹം ശക്തിയോടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നേരെ നിന്നു. ഇവിടെ വായിക്കുന്നു, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നമ്മൾ വായിക്കുന്നില്ല എബ്രായ ലേഖനത്തിൽ, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചോളണം എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അവനെക്കുറിച്ച് വായിക്കുന്നത് ഇവിടെ പറഞ്ഞ സാക്ഷി എന്താ അറിയാമോ? എന്റെ സാക്ഷി വിശ്വസ്തനുമായ അന്തിപ്പാസ്. പരിശുദ്ധാത്മാവ് ഒരു ഭക്തനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം കേട്ടോ, എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും വിശ്വസ്ത സാക്ഷി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച്. ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് വിശ്വസ്ത സാക്ഷി. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ വിശ്വസ്തയോടെ സാക്ഷിയായി നിന്ന് നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ച് 3:14. ലുവദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുന്നത്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. നോക്കണമേ, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവനും അരുളി ചെയ്യുന്നത്. അവിടെ ഈ 3-ാം അധ്യായത്തിൽ വിശ്വസ്ത സാക്ഷി, നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശ്വസ്ത സാക്ഷിയായി. അതുപോലെയാണ് അന്തിപ്പാസും മരണം വരെ വിശ്വസ്തനായിരുന്നു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മളിത് മാതൃകയാക്കണം. ഇനി അവരുടെ 14-ും 15-ഉം വാക്യം, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വന്നതായ ദുരുദ്ദേശങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അത് ഇന്ന് രാത്രികാലം ആ ദുരുപദേശം എന്താണെന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് 25 മിനിറ്റ് എൻ്റെ മുമ്പിലുണ്ട്. ആ ക്ലാസ് നമുക്ക് പഠിക്കാം. നല്ല ഗുണങ്ങളുള്ള ഒരു സഭയായിരുന്നു പെർഗമോസ് സഭ. നോക്കണമേ, അന്തിപ്പാസിന്റെ മരണശേഷം ഈ സഭയുടെ ആത്മീകം നഷ്ടപ്പെട്ടു പോയി. വിശ്വസ്തനായിരുന്ന അന്തിപ്പാസിന്റെ കാലത്ത് പോലും വിശ്വാസം നിഷേധിക്കാതെ നിന്ന ഈ സഭ, അവരുടെ ആത്മീയം കുറഞ്ഞു പോയിട്ട് മറ്റൊരു പാസ്റ്റർ, നമ്മുടെ ഇക്കാലത്ത് ഉദ്ധരിക്കുന്ന ആ പദം ഉപയോഗിക്കാം, ഇത്രയും വിശ്വാസമില്ലാത്ത, എതിർപ്പുകൾ വന്നുപോ പ്രതികൂലം കാണുമ്പോൾ ഓടിപ്പോകുന്ന മറ്റൊരു പാസ്റ്റർ ആ സഭയിലേക്ക് വന്നോടുകൂടി ആ സ്ഥാനം ഏറ്റെടുത്തു. അങ്ങനെയാണല്ലോ ഓരോ സഭയിൽ നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട സഭ നന്നായി പോകുമ്പോൾ മറ്റൊരാൾ കടന്നു വരുമ്പോൾ ഈ സഭ എങ്ങനെ വന്നു എന്നുള്ള, ഈ കെട്ടിടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗം പോലെ കണക്കാക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വാസത്തെ കുറിച്ച് വലിയ ഉത്തരവാദിത്തം കാണുകയില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ, സഭാചരിത്രമാണ്, അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അന്തിപ്പാസിനെ പോലുള്ള ആ ധൈര്യവും വിശ്വാസവും ഇല്ലാഞ്ഞിട്ട് ഈ സഭ മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകാൻ തുടങ്ങി. സാത്താന്റെ വലിയ ഒരു തന്ത്രമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. സാത്താൻ പല നിലയിൽ തൻ്റെ തന്ത്രം ഉപയോഗിക്കും. ഇങ്ങനെ വരുമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അത് എഫെസോസ് സഭയോട് മുൻകൂട്ടി അറിയിച്ച ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി. അതിന്റെ 20-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. നിങ്ങൾ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. താൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കും. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണൂർ വാർത്തും കൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നോക്കണമേ, ആസിയിൽ നിന്ന് താൻ റോമിലേക്ക് പോകുന്ന വഴിക്കാണ് എഫെസോസിൽ, ആസിയിലെ പ്രധാനപ്പെട്ട സഭയായിരുന്നു, അവിടുത്തെ മൂപ്പന്മാരെ വരുത്തി അവരോട് സംഭാഷിക്കുന്ന ഒരു സംഭാഷണമാണ്. ആസിയിലെ ഉണ്ടായ സഭകളെല്ലാം 3 വർഷം തൊർന്നല്യോസിന്റെ പാഠശാലയിൽ 2 വർഷം താമസിച്ച് ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ആസിയിലുള്ളവരെല്ലാവരും ദൈവവചനം കേൾക്കാൻ ഇടയായി. അങ്ങനെയാണ് ഈ സഭകളെല്ലാം ഉളവായത്. പിന്നെ 1 വർഷം കൂടെ താൻ താമസിച്ചു. ആ 1 വർഷം കൂടെ 3 വർഷം താമസിച്ച് പ്രവർത്തിച്ചുണ്ടായ സഭകളാണ് തുർക്കിയിലുണ്ടായിരുന്ന സഭകൾ. ആ സഭകൾ താൻ റോമിലേക്ക് അത് കടന്നു പോകുമ്പോൾ അവിടെയുള്ളതായ
വിശുദ്ധന്മാരെ വിളിച്ചിട്ട് താൻ പറഞ്ഞ പ്രബോധനമാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്ക് നിങ്ങളുടെ എഴുന്നേൽക്കും, വിപരീത ഉപദേശം കൊണ്ടുവരുന്ന ആൾക്കാർ എഴുന്നേൽക്കും. അങ്ങനെ സഭയിലേക്ക് ഈ അന്തിപ്പാസിന് ശേഷം വന്ന ദൈവത്തിന്റെ ദാസൻ മുഖാന്തരം പെർഗമോ സഭയിൽ ദുരുപദേശം കടന്നു വരുവാനിടയായി. കർത്താവ് നമുക്ക് മുന്നറിയിക്കുന്ന ഓരോന്നും. 1 പത്രോസ് 5:8 വായിച്ച്. 1 പത്രോസ്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അലർന്ന സിംഹം എന്ന പോലെ. കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥ സിംഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹം. എന്നാൽ ഇവൻ വരുന്ന എങ്ങനെയാ? അലർന്ന സിംഹം എന്ന പോലെ. ശിംശോനെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ അവൻ പെണ്ണ് കാണാൻ പോയ സന്ദർഭത്തിങ്കൽ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബാലസിംഹം ചാടി വന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ബാലസിംഹം ചാടി വന്നപ്പോൾ അതേ ശിംശോൻ അത് കണ്ട് പുറകോട്ട് പോയില്ല. അവനൊരു അഭിഷേകം ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? തന്റെ നേരെ ഒരു ബാലസിംഹം ചാടി വന്നപ്പോൾ ആ സിംഹത്തെ പിടിച്ച്, ഒരു ബാലസിംഹമാണ്, മുന്തിരിത്തോട്ടത്തിൽ സാധാരണ ബാലസിംഹം കാണാൻ പാടില്ലാത്ത ചെറുകുറുക്കന്മാരാ കാണുന്നത്. എന്നാൽ ഇവിടെ ഈ ആത്മീയ തോട്ടമാണ് മുന്തിരിത്തോട്ടം. ആത്മീയ തോട്ടത്തിലും ചിലപ്പോൾ ഇങ്ങനെ ബാലസിംഹങ്ങൾ വന്നിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ബാലസിംഹമല്ലേ പോട്ടെന്ന് പറയും. അത് ചാടി വന്ന സന്ദർഭത്തിങ്കൽ ശിംശോൻ ആ സിംഹത്തിന്റെ താടി പിടിച്ച് അതിനെ വലിച്ചു കീറി എന്നാണ് വായിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മുടെ കൂട്ടായ്മയിൽ ശത്രുവിന്റെ പോരാട്ടം ഉണ്ടാകും. നിർമ്മതരായിരിക്കുകയും സൂമിനെ തകർക്കാൻ തക്കൊണ്ടും ശ്രമിക്കുന്ന സാത്താന്റെ ശക്തി. അതുപോലെ ഈ ആത്മീയ കൂട്ടായ്മ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം എടുക്കുമ്പോൾ സാത്താൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നിർമ്മതരായിരിക്കുകയും ഉണർന്നിരിക്കുകയും, നിങ്ങളുടെ പ്രതിയോയ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു. അലർന്ന സിംഹം എന്ന പോലെ. 2 കൊരിന്ത്യർ 11:14 അത് നമ്മൾ പൗലോസ് തെളിയിക്കുന്ന ഒരു ഭാഗമുണ്ട്. വായിച്ചേ, 2 കൊരിന്ത്യർ 11:14. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. വെളിച്ചദൂതൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സാത്താൻ, ഇന്ന് വെളിച്ചദൂതൻ പോരാ. അല്ല, വെളിച്ചദൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടി വരും. യേശുവിന്റെ വേഷം. സുന്ദരസിംഗിന്റെ അരിക്കൽ ഞാൻ യേശുവിനെ ഒന്ന് കാണാൻ തക്കണം കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒന്ന് കണ്ടതാ. എനിക്കൊന്നുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അരിക്കൽ കർത്താവ് വരുന്ന പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ ആദ്യം കണ്ട പോലുള്ള രൂപമല്ല. കണ്ണിലേക്ക് നോക്കിയപ്പോൾ കണ്ണിനൊരു വഞ്ചന പോലെ തന്റെ പുസ്തകം ഇരിക്കുന്ന താൻ ഒരൊറ്റ ആട്ടാട്ടിയപ്പോൾ ഈ പിശാച് അവിടുന്ന് ഓടിപ്പോയി. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ കടന്നു വരുന്നു. ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. അതുകൊണ്ട് ശൗല് പറഞ്ഞു, ശൗമേലിനെ എനിക്ക് വരുത്തി തരണം എന്ന് പറഞ്ഞ സമയത്ത് വെളിച്ചപ്പാർത്തി ശൗമേലിനെ വരുത്താൻ നോക്കിയതും അതും ഒരു വെളിച്ചദൂതന്റെ വേഷത്തിൽ മറ്റൊരു രൂപമെടുത്ത് തന്ത്രം ഉപയോഗിച്ച് കടന്നു വന്ന സാത്താന്റെ പ്രവർത്തനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇനിയും സാത്താൻ നമ്മളെ തെറ്റിക്കാൻ നോക്കും. വെളിപ്പാട് 12:9 വായിച്ച്. വെളിപ്പാട് 12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. നോക്കണമേ, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയും. നിങ്ങൾ ആ പദം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെക്കാട്ടിലും വലിയ മഹാന്മാരെ തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ 4 ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു വിടാം. 1, വിദ്വാൻമാരെ തെറ്റിച്ചു, ഇല്ലേ? വിദ്വാൻമാര് ഒരടയാളം കണ്ടാൽ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് വിദ്വാൻമാർ. ഇടയന്മാരോട് നിങ്ങൾ പോയി നിങ്ങൾക്ക് അടയാളമോ ശീലക ചുറ്റിൽ പശുത്തൊട്ടി കിടക്കുന്ന ഒരു ശിശുവിനെ കാണും. അവർക്ക് തെറ്റുപറ്റിയില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല. അടയാള സഹിതം പറഞ്ഞു കൊടുത്തു. വിദ്വാൻമാര് ഒരു നക്ഷത്രം കണ്ടപ്പോൾ ഒരു രാജാവ് പിറന്നു മനസ്സിലാക്കി നക്ഷത്രം പോകുന്ന വഴിയെ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് സാത്താൻ പറഞ്ഞു, ഹേർദാവിന്റെ കൊട്ടാരത്തിലോട്ട് കയറാൻ പറഞ്ഞു. അവിടെ ആ രാജാവ് എന്ന് പറഞ്ഞു. നോക്കണമേ, തെറ്റിച്ചു. വലിയ മഹാന്മാരാ, അറിവുള്ളവരാ, പഠിപ്പുള്ളവരാ. അവർക്കൊരു അടയാളം കണ്ടാൽ അപ്പുറത്ത് എന്താ സംഭവിച്ചെന്ന് അറിയാം. അവരെ തെറ്റിച്ചു, ഇല്ലേ? രണ്ടാമതായിട്ട് നിങ്ങൾ മത്തായി സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടക്കുക. ഈ ഭാഗം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. നമ്മളെക്കാട്ടിലും വലിയ മഹാന്മാരെ തെറ്റിച്ചു കളഞ്ഞു. യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടന്നപ്പോൾ തനിക്കൊരു സംശയം, ഇത്രയും നാളായിട്ട് ജയിലിൽ കിടന്നിട്ട് കർത്താവ് എന്നെ വിടുവിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടൊരു ചോദ്യം ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ അതോ മറ്റൊരുത്തനെ ഞങ്ങൾ കാത്തിരിക്കണമോ? സംശയമായി. വരുവാനുള്ളവൻ നീയാണെന്ന് 2 പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതാണ് യോഹന്നാൻ. യേശു തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല.
ആ വലിയവനായ വ്യക്തി ജയിലിൽ കിടന്ന് അല്പം പരിശോധനക്കൂടെ പോയപ്പോൾ തനിക്ക് തോന്നി, ഇവൻ തന്നെയാണോ മസിഹ? വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? യോഹന്നാൻ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, യോഹന്നാൻ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നു, യേശു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞോ? ഇല്ല. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, അതേ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെന്ന് യോഹന്നാനെ ചെന്ന് അറിയിക്കുകയും ചെയ്യുന്ന സോറി. യോഹന്നാനെ, നീ ഇപ്പോൾ ജയിലിലായത് ഇവിടെ ഒന്നും നടക്കുന്നത് വിചാരിക്കരുത്, ഇവിടെ അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോയതിനു ശേഷം യേശു അവരെക്കുറിച്ച്, യോഹന്നാനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവൻ ആരുമില്ല. നോക്കണമേ, യോഹന്നാൻ സ്നാപകന്റെ ഉള്ളിൽ സംശയം സാത്താൻ കൊണ്ടുവന്നു. ഇനി ഗലാത്യലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വിടുക, തെറ്റിച്ചു കളയുന്നവൻ. അവിടെ കേഫാവ് എന്ന് പറയുന്നത് പത്രോസാണ്. എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അവനോട് അഭിമുഖമായി എതിർത്തു നിന്നു. എന്താണ് കുറ്റം? പത്രോസ്. നോക്കണമേ, ഈ പത്രോസ് ആരാണ്? പെന്തക്കോസ്ത് നാൾ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ രക്ഷയുടെ അനുഭവത്തേക്ക് നയിച്ച് സ്നാനപ്പെടുത്തുക കൂട്ടത്തിൽപ്പെട്ടവനാ. അത്ര മഹാനായിരുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു, നസറേയനാകുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിറക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിറങ്ങുക. എന്നാൽ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവൻ കുറ്റം കണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് ആയിരുന്നു. അവന്റെ ജീവിതത്തിൽ എന്താണ് കുറ്റം? യാക്കോബിന്റെ സന്നിധിയിൽ ചിലർ വരും മുമ്പേ അവൻ ജാതികളുടെ കൂടെ തിന്നു കുടിച്ചു പോകുന്നു. അതെ, യാക്കോബ് പരിച്ഛേദനക്കാർ വന്നപ്പം ജാതികളുടെ കൂടെ, യഹൂദന്മാർക്ക് ജാതികളുമായിട്ട് ബന്ധമില്ലല്ലോ. അയ്യോ, നല്ല വിശപ്പ്. അപ്പം പറഞ്ഞു, എനിക്കിപ്പം വിശക്കുന്നില്ല, ഉപവാസമാണ്. ഇതാണ് നമ്മുടെ ആൾക്കാർ ചെയ്യത്തില്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പോഴേ പറയാറില്ലേ, എനിക്ക് ഉപവാസം. അവരുടെ വീട്ടിലെ കഴിക്കാൻ കഴിയത്തില്ല. ഈ സോക്കട്ട് കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി, അതേ പത്രോസെ നീ കാണിക്കുന്ന തെറ്റ. അവൻ നിമിത്തം പത്രോസ് കാണിച്ച ആ തെറ്റ് മുഖാന്തരം ശേഷമുള്ളവരും ബർന്നബാസ് വരെ ഇവന്റെ കപടത്താൽ തെറ്റിപ്പോകാൻ വന്നു. ഒറ്റ വ്യക്തി കാണിച്ച തെറ്റ സാത്താൻ കടത്തി വിട്ടതാ ഉപവാസം. ചിലരുടെ വീട്ടിൽ ചെല്ലുമ്പോഴല്ലോ ആൾക്കാർ കാപ്പി കുടിക്കത്തില്ല, അവർ പാവപ്പെട്ടവരാ. അങ്ങനെ ചില ആൾക്കാരില്ലേ, തിരുവത്താഴം നടത്താൻ നേരത്ത് ശോശാമ്മ എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ, വിശുദ്ധ ചുംബനമുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ചുംബിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകളുള്ളവരൊന്നും അങ്ങനെയുള്ളവരൊന്നും അല്ല. ഞാൻ പറഞ്ഞു വിടുകയാണ്, ദൈവത്തിന് സ്തോത്രം. അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. അപ്പൊ പത്രോസിന് വേണേ പറയാം, നീ അപ്പം വന്നാടാ, ഞാനിവിടെ 9-ാം മണി നേരത്ത് വന്നതാ, നീ വന്ന 11-ാം മണി നേരത്ത് വന്നതാ. എന്നാൽ പൗലോസിന്റെ ആ തിരുത്തിൽ അത് ആ പത്രോസ് അത് അംഗീകരിച്ചു. ശേഷമുള്ളവർ ഇവൻ തെറ്റ് കാണിച്ചപ്പോൾ കപടത്താ തെറ്റിപ്പോണ്ടായിട്ട് വന്നു. ഞാൻ നമ്മളെക്കാട്ടും വലിയ മഹാന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 4ാമതൊരു വലിയ മഹാനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9 വാക്യം. ഇത് കാണിച്ചെന്ന് ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് അവനെ നമസ്കരിച്ചു. നോക്കണമേ, വെളിപ്പാട് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അന്യഭാഷ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, നല്ല ആത്മാവിൽ നിറഞ്ഞങ്ങോട്ട് ശക്തിപ്പെട്ടതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ഉടനെ അവൻ തെറ്റിപ്പോയി. സാത്താൻ ചെന്ന് പണിയാ. അവൻ ഇത് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കാരം കൊടുത്തു. പക്ഷെ ദൂതൻ പറഞ്ഞു, എന്നെ നമസ്കരിക്കരുതേ, ഞാൻ നിന്റെ ഒക്കെ ഒരു സഹഭൃത്യനാണ്, ദൈവത്തെ നമസ്കരിക്കുക. നോക്കണമേ, ഞാൻ പറഞ്ഞ 4 പ്രധാന വ്യക്തികൾ യോഹന്നാൻ സ്നാപകനെ അല്ലല്ല വിദ്വാൻമാരെ തെറ്റിച്ചു, പിന്നെ യോഹന്നാൻ സ്നാപകനെ തെറ്റിച്ചു, പത്രോസിനെ തെറ്റിച്ചു, യോഹന്നാൻ അപ്പോസ്തലന്റെ വെളിപ്പാട് കണ്ട ഭാവികാല സംഭവങ്ങൾ അറിയിച്ചവനെ തെറ്റിച്ചു. ഇവിടെ വായിക്കുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. ഇത് 6 പണിയാ. ഉൽപ്പത്തി 3-1 വായിച്ചേ. ഉൽപ്പത്തി 3-1 നമ്മൾ വായിക്കുന്നു, ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നോക്കണമേ, സാത്താന്റെ തന്ത്രം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉപായത്താൽ സാത്താൻ വന്ന് പാമ്പിൽ കൂടെ കടന്ന് ഹൗവായെ വഞ്ചിച്ച തന്ത്രം അതിന്നും ഉപയോഗിക്കും. കർത്താവ് പ്രത്യേകം പറഞ്ഞു, പൗലോസ് പ്രത്യേകം പറഞ്ഞു, അതേ ഉപായത്താൽ സാത്താൻ ഹൗവായെ പരീക്ഷിച്ചതുപോലെ. ദൈവത്തിന് സ്തോത്രം. അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ തിരിച്ചറിയാത്തവരല്ലോ, അവന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെ പെർഗമോ സഭ നല്ല ശക്തി നിന്ന സന്ദർഭത്തിൽ സാത്താൻ, അടുത്ത ഒരു പാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ സാത്താൻ തന്റെ തന്ത്രങ്ങൾ സഭയിലേക്ക് പ്രവേശിച്ചു. നേരിട്ട് ഇവരെ ആക്രമിച്ച് ഇവരെ കൊന്നാൽ ഇവരുടെ വിശ്വാസം മുറുകെ പിടിക്കുക. അതുകൊണ്ട് 2 ഉപദേശം കൊണ്ടുവന്നു. അതിൽ ഒന്ന് ബലയാമിന്റെ ഉപദേശം എന്നാണ് ഇവിടെ വായിക്കുന്നത്. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. കുറ്റം പറയുന്ന ആർക്കും ഇഷ്ടമല്ല. നമ്മളൊക്കെ ആണെങ്കിൽ അന്നമ്മയുടെ കുറ്റം ശോശാമ്മയോടും, ശോശാമ്മയുടെ കുറ്റം അന്നമ്മയോടും,
പൗലോസിന്റെ കുറ്റം യോസെഫിനോട്, യോസെഫിന്റെ കുറ്റം അന്ത്രയോസിനോടൊക്കെയാണ് പറയുന്നത്. എന്നാൽ കർത്താവ് നേരിട്ടാ കുറ്റം പറയുന്നത് നിന്നെക്കുറിച്ച്. എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. എന്താ കുറ്റം? ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ആരാണ് ബിലിയാം? സംഖ്യാപുസ്തകം 21, 22, 23 ഈ അധ്യായങ്ങൾ, 24, 22, 23, 24 ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ബലയാമിനെ കുറിച്ചുള്ള ഒരു നല്ല വിഷയം നമുക്ക് അവിടെ കിട്ടുവാൻ തക്കണം കഴിയും. ദൈവത്തിന് സ്തോത്രം. അതേ 15 വെച്ചുകൊണ്ട് ബലയാമിനെ കുറിച്ച് 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കണം. ഇതാ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ തക്കണം അല്പസമയമുണ്ട്. കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ പോവുകയാണ്. കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപേ മോവാബ് ദേശത്ത് വന്ന് ഇസ്രായേൽ ജനം താമസിക്കുന്ന ചരിത്രം നിങ്ങൾ ഈ ആഴ്ച എനിക്കത് തീർക്കാൻ ഒത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ബലയാമിന്റെ ഉപദേശം തന്ത്രപരമായി സഭയിൽ കയറ്റിയ അതേ ഒരു സഭയാണ് പെർഗമോസ് സഭ. 2 ഉപദേശമാണ് കൊണ്ടുവന്നത്. നിക്കോലാവരുടെ ഉപദേശം, ബലയാമിന്റെ ഉപദേശം. തന്ത്രപരമായി നേരിട്ട് യുദ്ധം ചെയ്താൽ ഇവരുടെ ആൾക്കാരെ കുറെ പേരെ കൊന്നാൽ, അന്തിപ്പാസിനെ കൊന്നിട്ട് ഒരു ഗുണമുണ്ടായി, സഭ നല്ല ശക്തിയോടെ നിന്നു. അതുകൊണ്ട് തന്ത്രപരമായി സാത്താൻ ബലയാമിന്റെ ഉപദേശം അവിടെ കൊണ്ടുവന്നു. ഈ ബലയാം ഒരു ഉപദേശിയായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു കേട്ടോ. ഞാൻ ആ ചരിത്രം ഒന്ന് ചുരുക്കമായിട്ട് പറയാം. നല്ല ഒരു പ്രവാചകനായിരുന്നു. വർഷങ്ങൾ അല്പം പ്രായം ചെന്ന് കഴിഞ്ഞപ്പം പഴയ കൃപയൊന്നും പുള്ളിക്കില്ല. പണ്ടത്തെ പോലെ ചുമ്മാ കിടന്ന് പഠിച്ചിരിക്കുക. അവന്റെ കൃപയെല്ലാം നഷ്ടപ്പെട്ട് ഒരു നദിയുടെ തീരത്ത് താമസിക്കുക. അപ്പോൾ ഇപ്പോൾ തന്റെ പ്രവചനമൊന്നും ഫലിക്കാത്തതുകൊണ്ട് ലക്ഷണവിദ്യ നോക്കുക, കൂടോത്രം, ഇതൊക്കെയാണ് ഇപ്പം പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ അവൻ തരം താണുപോയി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേൽ ജനം മോവാബി ദേശത്ത് വന്ന് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ അല്പസമയം കൂടെ ഉള്ളൂ. യോർദാൻ ദേശത്ത് കടന്നാൽ മതി. ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ബാലാക്ക് രാജാവ് ഞെട്ടിപ്പോയി. നിങ്ങൾ പിന്നെ ഈ അധ്യായം വായിക്കാതിരിക്കല്ലേ. ഞെട്ടിപ്പോയപ്പോൾ ബാലാക്ക് എന്തോ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഇവരുടെ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തി, ഇവരുടെ കൂടെ നിന്ന ഒരു വ്യക്തി, ഇവൻ പെന്തക്കോസിലായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പെന്തക്കോസിലായിരുന്നു. പെന്തക്കോസിൽ നിന്ന് മാറി ഒരുത്തനെ വരുത്താമെങ്കിൽ അവൻ എന്തെങ്കിലും അടവ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പിന്മാറ്റത്തിൽ പെന്തക്കോസിന് പിന്മാറി പോകുന്നുണ്ടല്ലോ, അവര് പുറത്തു നിന്ന് എതിർപ്പ് വരുന്നതിനേക്കാളും കൂടുതൽ പിന്മാറ്റത്തിൽ പോയ പെന്തക്കോസുകാരനുണ്ടല്ലോ വളരെ ഉപദ്രവം സഭയ്ക്ക് ചെയ്യും. അങ്ങനത്തെ ഒരുത്തനായിരുന്നു ബലയ. അങ്ങനെ ബാലാക്ക് ഇവനെ വിളിച്ചോണ്ട് വന്നാൽ ഈ ജനത്തെ എങ്ങനെ നശിപ്പിക്കാൻ തക്കണുണ്ടായി തീരുമെന്നുള്ള ഒരു തന്ത്രം മെനയാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ബാലാക്ക് കുറെ നല്ല ഉദ്യോഗസ്ഥന്മാര് ഈ നദീതീരത്ത് താമസിക്കുന്ന ബലയാമിന്റെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞു, നീ ഇവിടെ ഇസ്രായേൽ ജനം ദൈവജനം വന്ന് താമസിക്കുന്നു, നീ വന്നവരെ ശപിക്കണം. അവൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിച്ചു നോക്കാതെ പറ്റത്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോകല്ലെന്ന് പറഞ്ഞു. അവൻ വെളിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു, ദൈവം അനുവദിക്കുന്നില്ല. അപ്പം അടുത്തത് അതിനെക്കാട്ടും നല്ല സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടിയ ഒരു 3-4 പേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. നിനക്ക് ഇഷ്ടം പോലെ പണം തരാം. പുള്ളിക്ക് പൈസക്ക് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പൈസക്ക് വളരെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ്. അത് വേറെ ഒരു വരുമാനവും ഇല്ല. മറ്റേ നേരത്തെ ശുശ്രൂഷിക്കുമ്പോൾ ഇച്ചിരി വരുമാനം കിട്ടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വരുമാനം ഇല്ലാത്ത സമയത്താണ് നിനക്ക് ഇഷ്ടം പോലെ വേണ്ടുപോലെ നിന്റെ പണ്ണാർത്ത് ഇഷ്ടം പോലെ പണം തരാം, നീ വന്ന് ഈ ജനത്തെ ശപിക്കണം. അവൻ പിന്നെയും ചെന്ന് ചോദിച്ചു, പൊക്കോട്ടെ കർത്താവേ പൊക്കോട്ടെ. ആദ്യമേ പറഞ്ഞാൽ പോലെന്ന്. അങ്ങനെ ചില ആൾക്കാരില്ലേ പോലെന്ന് ദൈവാത്മാ സംസാരിക്കും, പിന്നെയും ചോദിക്കും പൊക്കോട്ടെ. അപ്പൊ ദൈവം പറഞ്ഞു നീ പൊക്കോ, ഞാൻ പറഞ്ഞ അവിടെ പറയാവുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് കഴുതയുടെ പുറത്ത് പോവുക, ഇവന് വലിയ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അതേ കഴുത ദൈവത്തിന്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി വഴി നിൽക്കുന്നു. അപ്പം കഴുത അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. അപ്പം കഴുത കിടന്നൊക്കെ അടിയ. അവസാനം ഒരു നിലയിലും ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റാത്ത സ്ഥാനത്ത് വന്നപ്പോൾ ഒരു തൊണ്ടിൽ ഒരിടുക്ക് വഴി വന്നപ്പോൾ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. കഴുതയ്ക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ ഒക്കത്തില്ല. ഊരിപ്പിടിച്ച വാളുമായി ദൂരം നിൽക്കുകയാണ്. അപ്പോൾ ഈ കഴുത യജമാൻ ബലയാമിന്റെ കീഴിൽ കിടന്നു. അടിയും തുടങ്ങിയ അന്യഭാഷ പറഞ്ഞോണ്ട് അടിക്കുന്നു. ഭയങ്കര അടിയാണ്. അടിച്ചപ്പോ കഴുതയുടെ ദൈവം തുറന്നു. മുമ്പ് ഈ കഴുതയൊക്കെ സംസാരിക്കുമായിരുന്നു. സുമൃഗങ്ങളൊക്കെ സംസാരിക്കും ഏതെന്ന് കൊടുത്ത് വെച്ച്. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത് ആദാമിന്റെ പാപം കൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഈ സമയം ദൈവം ബലയാമിന്റെ വായ തുറന്നു. അദ്ദേഹം ചോദിക്കുകയാണ്, നീ എന്നെ അടിക്കുന്നത് എന്ത്?
ഒക്കെ കരുത സംസാരിക്കും. നമ്മുടെ അമ്മാമ്മയെ പശുവിനെ കറക്കാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ അമ്മാമ്മയോട് പശു വയ്ക്കുക, അമ്മച്ചി എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ മതി. അമ്മച്ചി അവിടെ അടങ്ങിയിരിക്കുവോ? എന്നാ ഉണ്ട് അമ്മാമ്മയെ വിശേഷം? നമ്മുടെ കറക്കുന്ന വീട്ടിലെ പശു വയ്ക്കുക, എന്നാ ഉണ്ട് അമ്മാമ്മയെ വിശേഷം എന്ന് ചോദിച്ചാൽ ഈ അമ്മാമ്മ അവിടെ പാത്രമെല്ലാം വെച്ചിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചുവിട്ടു, എന്റെ പശു വർത്താനം പറയുന്നു എന്ന്. നോക്കണമേ, കഴുത സംസാരിച്ചിട്ട് ഒരതിശയം പോലും ഇല്ല. അതാ പിന്മാറ്റക്കാരായ ബന്ധക്കോസുകാരുടെ കുഴപ്പം. ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ടും അവൻ കഴുതയെ കടന്നങ്ങ് അടിച്ചു മിന്നുക. അപ്പം കഴുത ചോദിക്കാം, നീ എന്നെ അടിക്കുന്നത്? ഞാൻ ഇത്രയും നാളുമായിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നീ അപ്പൊ ഇവൻ പറയുന്ന വാചകം എന്താ അറിയോ? ഒരത്ഭുതവും ഇല്ല. അതാണ് ഈ പിന്മാറ്റത്തിൽ പോയ ബന്ധക്കോസുകാർക്കുണ്ടല്ലോ, ഏത് അത്ഭുതം നടന്നാലും ഒരു വിഷയമല്ല. ഞാനിത് എത്ര അത്ഭുതം കണ്ടിട്ടുള്ളതാ. അത് നീ എന്നെ അടിക്കുന്നത് അത് പറയാ, നീ എന്നെ കളിയാക്കിക്കൊണ്ടാ. നോക്കണേ, പിള്ളേരെ ഉപദേശിച്ചാലും വർത്താനം കേട്ടോ, ഞാൻ കളിയാക്കിക്കൊണ്ടാ. ഇത്രയും നാളുമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല. അടിക്കാൻ പിന്നെ പ്ലാൻ ചെയ്യാം. അപ്പോഴാണ് ഇവന്റെ കണ്ണു തുറന്നു, ഊരി പിടിച്ച വാളുമായി നിൽക്കുന്നു. ഈ സമയത്ത് വേണമെങ്കിൽ അവന് തിരിഞ്ഞു പോകാമായിരുന്നു. പക്ഷെ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണമല്ലോ. പൈസയ്ക്ക് വളരെ അത്യാവശ്യം. അപ്പോൾ ഈ വിലയാൻ പറയുന്നത്, എൻ്റെ ഇപ്പോൾ ഒരു വാളുണ്ടായിരുന്നു, എന്റെ കഴുത്ത് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ദൂതൻ ഊരിപ്പിടിച്ച വാളുമാറ്റി നിൽക്കുന്നു. തടസ്സം സൃഷ്ടിച്ച സമയത്ത് ഭയങ്കര പ്രതികൂല ഇവന് തിരിച്ചു പോയതിന്. ഇവൻ എന്നിട്ടും പോയെന്നുള്ള അവിടെ ചെന്ന് അത്രയാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ. അവിടെ ചെന്ന സമയത്ത് ഇവന്റെ ഉപദേശം പറഞ്ഞിട്ട് നിർത്താം, നിക്കൊല്ലാട് ഒന്ന് ചിന്തിക്കാം. അവിടെ ചെന്ന സമയത്ത് അതേ ഇവൻ കൂടോത്രം ലക്ഷണവിദ്യ കൊണ്ടാണ് പോകുന്നത്. ഒരു മലയെ കയറ്റി നിർത്തി യാഗം കഴിച്ചു, വെളിയാൻ പാലത്ത് സ്വീകരിച്ചു. അതേ നിങ്ങൾ അത് അധ്യായം വായിക്കണം, എനിക്ക് വാക്യങ്ങൾ വായിപ്പിക്കേണ്ടതായിരുന്നു. അത് ഒരു മലയെ കയറ്റി നിർത്തി കൂടോത്രം ലക്ഷണവിദ്യയൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു, യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? യഹോവ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? രാജകോലാകിൽ അവർക്ക് മദ്യമുണ്ട്. വെലയാമങ്ങ് ചൂടായി. പിന്നെ അടുത്തൊരു മലയെ കയറ്റി, അവിടെയും താന് അത് മോവാബിന്റെ നട്ടല് തകർക്കും എന്നൊക്കെ ആ ദൂത് പറയുന്നത്. മോവാബിന്റെ നട്ടല് തകർത്ത് കളയും എന്നൊക്കെ അങ്ങോട്ട് ദൂത് പറഞ്ഞു. മൂന്നാമത് വേറൊരു മലയെ കയറ്റി. ആദ്യം രണ്ടാമത് പറഞ്ഞു, എത്രയും പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, നോക്കണമേ, വഴി വിട്ട് പോകുന്നതിനെ ആറ്റി വിടുന്ന കണ്ടു. അപ്പൊ അവന് പോകാനൊട്ടും മനസ്സിലില്ല, പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അപ്പൊ മൂന്നാമതൊരു മലയുടെ മുകളിൽ കയറ്റി നിർത്തി. ആ മൂന്നാമതുള്ള മലയിൽ കയറ്റി നിർത്തിയപ്പം ഭാവികാർ സംഭവിപ്പാണ് ഞാൻ നിന്നോട് പറയാം, അത് യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, അത് മോവാബിന്റെ നട്ടല് തകർക്കും. ഒയ്യോ, ബാലാക്ക് ആട്ടി അവനെ ഓടിച്ചുവിടാൻ തുടങ്ങിയപ്പം പുള്ളിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനൊരു രഹസ്യം പറയാം, ആരോടും പറയരുത്. അങ്ങനെ പറയുന്ന ഭാര്യമാരില്ലേ, രഹസ്യം പറയുന്ന പ്രിയപ്പെട്ടവരെ, ആരോടും പറയരുത്. അത് ശോശാമയെ നീ ആരോടും പറയരുത്. ഇവിടെ ശോശാമാരുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ. ആരോടും പറയുന്ന രഹസ്യം പറയും. ശോശാമയെന്ന് 10 പേര് പറയും, ലോകം മുഴുവൻ അറിയും. ആരോടും പറയരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒരു രഹസ്യം പറഞ്ഞു. ഈ ജനത്തെ ശപിക്കാൻ ഒക്കത്തില്ല. ഞാനൊരു ഉപദേശം പറയാം. അതാണ് ഉപദേശം, ബെലയാമിന്റെ ഉപദേശം. വായിച്ച് സംഖ്യാപുസ്തകം 25 അധ്യായം 1 മുതൽ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച്. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. നോക്കണമേ, ഇസ്രായേൽ ജനം ശിത്തീമിൽ താമസിക്കുമ്പോൾ ജനം മോവാബിലുമായിട്ട് ഇടകലർന്നു. ഈ ദൂതൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ഇവനൊരു ഉപദേശം പറഞ്ഞു. ആ ഉപദേശം ഞാൻ നിങ്ങളോട് പറയാമേ. അത് പരിശുദ്ധാത്മാവ് കേട്ടു. ഇവിടെ ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിന് തിന്നേണ്ടതിനും, അടുത്ത ആഴ്ച ഇച്ചോട് ഞാൻ വിവരിക്കാം, അവർ ദുർനടപ്പ് ആചരിക്കേണ്ടതിനും ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഒരു ഉപദേശം പറഞ്ഞു. അതെ, ഇവരെ ഈ ജനം എന്ന് പറയുന്ന തനിച്ചു പറക്കുന്ന ഒരു ജനമാണ്. രാജാവ് അവരുടെ മധ്യമുണ്ട്, ദൈവം അവരുടെ മധ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ രാജകോലാഹലം മുഴങ്ങുന്നത്. ഒറ്റക്കാരും ചെയ്താൽ നീ ജയിക്കുമെന്ന് പറഞ്ഞു. രഹസ്യമായിട്ടാണ് പറഞ്ഞത്. അത് പുതിയ നിയമത്തിൽ അത് പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു. രഹസ്യമായിട്ടാണ് പറഞ്ഞത്. ഇവരുടെ ഇടയിൽ പരിശുദ്ധനായ ദൈവത്തെ അങ്ങ് പറഞ്ഞു വിട്ടാങ്കിൽ ഇത് ശരിയാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധനായ ദൈവം ഇവരുടെ മധ്യ വസിക്കുന്നത് ഇവർ വിശുദ്ധി പാലിക്കുന്നുണ്ട്. വിശുദ്ധീകരണം എന്നുള്ളിടത്ത് മാത്രമേ ദൈവമുള്ളൂ. ഈ പരിശുദ്ധനായ ദൈവത്തെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്കാമെന്ന് ചോദിച്ചു. അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങളുടെ ഇടയിലുള്ള നല്ല സുന്ദരി പെൺപിള്ളാരെ അങ്ങോട്ട് തെരഞ്ഞെടുത്തിട്ട് അവർ നല്ല അർദ്ധനഗ്നയായിട്ട് അത് ക്യൂട്ടക്സ് ഒക്കെ അങ്ങോട്ട് പെരട്ടി, ഈ ലിപ്റ്റിക്കൊക്കെ അങ്ങോട്ട് പെരട്ടി, കൺമഷിയൊക്കെ അങ്ങോട്ട് പെരട്ടി ഒരുക്കി ഇവരെ വിഗ്രഹാർപ്പിതമായിട്ട് ഇവരുടെ പാത്രങ്ങൾ കൊടുത്ത് ഇവരുടെ കൂടാരത്തിലേക്കൊക്കെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ
അത് വിശുദ്ധി തെറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേയേറെ പെൺപിള്ളാരെ ഒരുക്കിയെടുത്ത് അണിച്ചൊരുക്കി, അതേ വിഗ്രഹാർപ്പിതം, ബാലിന് കൊടുക്കുന്ന വിഗ്രഹാർപ്പിതം അതും ചുമന്നുകൊണ്ട് പാത്രങ്ങൾ ഇവരുടെ കൂടാരത്തിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഓരോരുത്തരുണ്ടല്ലോ, ഈ സുന്ദരിയാരായ പെൺപിള്ളാരെ കണ്ടപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഐ ലവ് യു, വേറൊരുത്തർ പറഞ്ഞു ഐ ലവ് യു. ഇങ്ങനെ പറഞ്ഞ് ഇവരുടെ വേർപാട് അങ്ങ് നഷ്ടപ്പെടുത്തി ഇവരുടെ ഇന്ന് വിഗ്രഹാർപ്പിതം വാങ്ങി തിന്നു. വിഗ്രഹാർപ്പിതം വാങ്ങി തിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ ഒരു പെൺകുട്ടിയുമായിട്ട്, നിങ്ങൾ 25-ാം തീയതി വായിച്ചു നോക്കണം, ഒരു പെൺകുട്ടിയുമായിട്ട് അവന്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുക. ആ കാഴ്ച കണ്ട സമയത്ത് ഫീനെഗാസ്, അഹരോന്റെ പുത്രന്മാരിൽ ഒരുത്തനാ, ഫീനെഗാസ് ഒരു വാളെടുത്ത് അവന്റെ പുറകെ ചെന്ന് രണ്ടുപേരും കുന്തം കൊണ്ട് കുത്തി. 25-ാം തീയതി വായിച്ചു നോക്കണം. അവനെ കുടൽ വെളിയിച്ച് അടിച്ചു കളഞ്ഞു. അതോടെ ബാധ നിന്നു. ജനത്തിൽ അനേകായിരം 25,000 പേരോളം മരിച്ചു പോകാനിടയായി. വിശുദ്ധിയും വേർപാട് നഷ്ടപ്പെടുത്തി. ഇതാണ് ബിലെയാം കൊടുത്ത ഉപദേശം. ആ തന്ത്രം പെർഗമോസ് സഭയിൽ കൊണ്ടുവന്നു. വിശുദ്ധി നഷ്ടപ്പെട്ടു. പലവിധമാകുന്ന ദുരുപദേശങ്ങൾ കടത്തിവിട്ടു. അതാണ് നിങ്ങളുടെ ഇടയിൽ ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്. ചില വാക്യങ്ങളൊന്നും വായിക്കാമോ? എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല. 4 മിനിറ്റോടെ എന്റെ മുമ്പിലുണ്ട്. 2 പത്രോസ് 2:15-16 ഒന്ന് വായിച്ച്. 2 പത്രോസ് 2:15-16. ഞാൻ മുന്നോട്ട് ബിലെയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. എങ്കിലും തന്റെ അകൃത്യത്തിനു ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഒന്ന്, അവൻ നേർവഴി വിട്ടു. ബിലെയാം നേർവഴി വിട്ടു. ഒരു ഉപദേശിയ നേർവഴി വിട്ടു. 2, അനീതിയുടെ കൂലി കൊതിച്ചു. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യം വായിച്ച്. യൂദായുടെ ലേഖനം 11. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യേറ്റ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയെ തങ്ങളെ തന്നെയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അവൻ കൂലി കൊതിച്ചു. 2 പത്രോസ് 2:15-16 ബിലെയാമിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന. യൂദാ പറഞ്ഞു അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. 3-ാമത്തെ യൂദായുടെ 11-ാമത്തെ വാക്യം, ബിലെയാമിന്റെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടല്ലേ. ഇതൊരു വലിയ വഞ്ചനയാണ് കാണിച്ചത്. അയ്യോ, പിന്മാറ്റത്തിൽ പോയൊരു പെന്തക്കോസുകാരൻ ഒരു ഉപദേശം ചെയ്ത പണി കണ്ടോ? പരിശുദ്ധനായ ദൈവത്തെ ദൈവജനത്തിന്റെ മധ്യെ പറഞ്ഞു വിടാൻ തക്ക തന്ത്രം ഉപയോഗിച്ച ആ തന്ത്രം, അതാണ് ബിലെയാമിന്റെ ഉപദേശം. അതുപോലുള്ള ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കവിടെ ഉണ്ട്. അതേ 2 പത്രോസ് 2:14 നമ്മൾ വായിക്കുന്നു. അല്ല, ഇപ്പൊ ഇവിടെ ഈ പെർഗമോസ് സഭയെ കുറിച്ച് വായിക്കുന്നു. ബിലെയാമിന്റെ ഉപദേശം, ഈ ഉപദേശത്തെ കുറിച്ച് പഴയ നിയമത്തിനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് അല്പം കൊണ്ട് വിശദീകരിക്കും. സംഖ്യാപുസ്തകം 31:16 വായിച്ച്. സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശങ്ങൾ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ഇവൻ ദ്രോഹം ചെയ്തു. ബിലെയാമിന്റെ ഉപദേശം ദ്രോഹം ചെയ്തു. അന്തിപ്പാസ് മരിച്ചതിന് ശേഷം പെർഗമോസ് സഭയിൽ സാത്താൻ കടന്നുകൂടി ദുരുപദേശങ്ങൾ സ്ഥാപിച്ചു. ബിലെയാമിന്റെ ഉപദേശം കൊണ്ടുവന്നു. ഈ ഡ്രസ്സൊക്കെ മാറ്റി അതേ വേറെ ഡ്രസ്സാക്കി. അതേ പഴയ വേർപാടും വിശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തി. ആകപ്പാടെ അതേ വഞ്ചനയിൽ സഭയെ കൊണ്ടുപോയ ദുരുപദേശം പടർന്ന കാലഘട്ടം. 2 ദുരുപദേശമാണ് ഇവിടെ കൊണ്ടുവന്നത്. നിക്കോലാവരുടെ ഉപദേശം, അത് നമ്മൾ വെളിപ്പാട് 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എന്താ നിക്കോലാവരുടെ ഉപദേശം എന്ന് പഠിച്ചതാണ് ഇന്ന് രാത്രികാലം. ഇവിടെ നമുക്ക് എന്റെ സമയം ഇന്ത്യയിൽ ഇപ്പോൾ 10 മണിയായി. 1 മണിക്കൂർ സമയമാണല്ലോ. ഞാനത് നല്ലപോലെ ഒന്ന് വിശദീകരിക്കാനിരുന്നത്. അടുത്ത ആഴ്ച 10 മിനിറ്റ് പറയാം. ദൈവത്തിന്റെ പൈതല്, ഇവന് വേണമെങ്കിൽ തിരിച്ചു പോകാമായിരുന്നു. അവൻ തിരിച്ചു പോയില്ല. അവൻ കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തെ തകർത്ത് നശിപ്പിച്ച് അവന്റെ ഉപദേശം സ്ഥാപിച്ചതുപോലുള്ള ഉപദേശമാണ് പെർഗമോസ് സഭയിൽ ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്. അവസാനത്തെ ഒരു ഗുണദോഷം പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവത്തിന്റെ പൈതലെ, എന്ത് വന്നാലും ഫീനെഗാസിനെ പോലെ ധീരരായി വിശുദ്ധിക്ക് വേണ്ടി ഈ യുഗാന്ത്യ ഘട്ടത്തിൽ നിലനിൽപ്പാൻ തക്കണം ദൈവം നിങ്ങൾക്ക്, നമുക്കെല്ലാം, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഇടയാക്കട്ടെ എന്നുള്ള ആശീർവാദത്തോടുകൂടി ഇപ്പോൾ ഈ ക്ലാസ് വരികയാം. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്നലെ രാത്രിയിലും ദൈവം സഹായിച്ചുവല്ലോ.
പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കേൾപ്പിച്ച നല്ല ക്ലാസ്സിനെ ഓർത്തുകൊണ്ട് എത്രത്തോളം ദൈവം തന്നെ ശക്തീകരിച്ചല്ലോ. എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് അവസാനമായി പ്രാർത്ഥിച്ചാണ്. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സ്വർഗപിതാവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ ശക്തമായി നിരദാസൽ കൂടി കേട്ട് ഒന്നുകൂടെ കർത്താവെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഈ അന്ത്യകാലത്ത് കർത്താവെ, വിശുദ്ധിയിൽ കർത്താവിനെ സേവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവെ, അന്യമായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും വിട്ടൊഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ധീരത നിൽപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഈ വചനം കേട്ട എല്ലാവരുടെ മേലും പകരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിച്ച കർത്താവിനെ വിലപ്പെട്ട ദാസനെ പിന്നെയും പൂർണ്ണ ആരോഗ്യത്തോടെ നിർത്തുമാറാകണമേ. കൃപയിൽ മറയ്ക്കുമാറാകണം, സൂക്ഷിക്കണം. അതേ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അനേകർക്ക് പ്രയോജനപ്പെടുവാനിടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച സ്തോത്രം എല്ലാവരെയും ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കോളേജിന്റെ സകല പ്രവർത്തനങ്ങളെയും കർത്തദാസന്മാരെയും മറ്റധ്യാപകരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരുമിച്ച് കർത്താവെ കൂടി വരുന്നവരെയും കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. മാനവും മഹത്വവും കർത്താവ് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പാസ്റ്റർ CB ആൻഡ്രൂസ് തന്നെ ആശീർവാദം പറഞ്ഞാൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹിത്വവും സഹവാസവും എളിവരാകും നമ്മോട് തന്റെ വരവരെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിക്കാം, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കും. താങ്ക് യു.